എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്നെ ഇന്ന് ഇവിടുന്ന് വിടാൻ പോകുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് പോകുന്നതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി കേട്ടോ, അമ്മായി തീർത്തും പറഞ്ഞു. നിൽക്കല്ലാതെ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയ മഞ്ജു ശരിയെന്ന് പതിയെ തലയാട്ടി. ഒരു പരീക്ഷ എഴുതാനായി എറണാകുളത്ത് എത്തിയതായിരുന്നു അവൾ. ഇറങ്ങും മുമ്പ് തന്നെ അമ്മ ഓർമ്മിപ്പിച്ചിരുന്നു, അവിടെ വരെ പോയിട്ട് സേതുമാമൻ്റെ വീട്ടിൽ കയറാതെ വരരുത് കേട്ടോ. അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് അമ്മാവനോടോ അമ്മായിയോടോ ഉള്ള ദേഷ്യം കൊണ്ടായിരുന്നുമില്ല, മറിച്ച് സംഗീതം ഒത്തു ചിലവാക്കാൻ കിട്ടുന്ന സമയം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നോർത്തായിരുന്നു. അവൻ എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ 2 മാസത്തോളമാകുന്നു. ഞങ്ങൾ തമ്മിൽ അടുത്തതിന് ശേഷം ഇത്ര കാലം പിരിഞ്ഞു നിൽക്കുന്നതും ഇതാദ്യമായിട്ടാണ്. എക്സാം എറണാകുളത്ത് വെച്ചാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്നേക്കാളും ഉത്സാഹം അവനായിരുന്നു. രാത്രി 10-നുള്ള നൈറ്റ് സൂപ്പർ ബസ്സിൽ തമ്പാനൂരിൽ നിന്നും കയറിയാൽ പുലർച്ചെ എറണാകുളത്തെത്തും. എക്സാം അറ്റൻഡ് ചെയ്ത് രാത്രി വരെ അവനോടൊപ്പം കറങ്ങാം. അവന് 2 ദിവസത്തെ ലീവുണ്ട്. മടക്കം അവനോടൊപ്പം ട്രെയിനിൽ. എല്ലാ പ്ലാനും പൊളിഞ്ഞു. അവൻ ഏതായാലും ദേഷ്യത്തിലായിരിക്കും. എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോഴേ മാമൻ പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവനെ ഒന്ന് വിളിച്ച് കാര്യം പറയാൻ പോലും പറ്റിയില്ല. പിന്നെ വല്ല വിധത്തിലും ബൈക്കിലിരുന്നുകൊണ്ട് തന്നെ മെസ്സേജ് ചെയ്തു. എന്തായാലും ചീത്തവിളി ഉറപ്പാ. മഞ്ജു വാട്സപ്പ് മെസ്സഞ്ചർ തുറന്ന് സംഗീതൻ്റെ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കി. ഇല്ല. അവസാനം അയച്ച സോറിയും ബ്ലൂടിക്ക് ആയിട്ടുണ്ട്. നോ റിപ്ലൈ. അവൾ സങ്കടത്തോടെയും നിരാശയോടെയും ഫോണിൽ നോക്കിയിരുന്നു. നീ ഇതുവരെ ഡ്രസ്സ് മാറിയില്ലേ പെണ്ണേ? അമ്മായിയുടെ ചോദ്യം കേട്ട് പെട്ടെന്ന് അവൾ ഫോൺ മാറ്റി എഴുന്നേറ്റു. വേറെ ഒന്നും കൊണ്ടുവന്നില്ലേ ഇടാനായിട്ട് നീ? അമ്മായി അവളുടെ അടുത്തേക്ക് വന്നു. ഒരു ജോഡി കൂടി കരുതിയിട്ടുണ്ട്, അവൾ പറഞ്ഞു. അമ്മുവിൻ്റെ ഡ്രസ്സ് അലമാരിയിൽ ഇരിപ്പുണ്ട്. വീട്ടിൽ നിൽക്കുമ്പോൾ ഇതിപ്പോൾ ഏതായാലും മതിയല്ലോ. നീ പോയി ഫ്രഷ് ആയിട്ട് വാ. അവൾ ബാഗും പിടിച്ചെന്തൊക്കെയോ ചിന്തിച്ചകത്തേക്ക് പോയി. മുറിയിൽ കയറി കുറ്റിയിട്ടതും അവൾ ആദ്യം ചെയ്തത് ഫോൺ എടുത്ത് സംഗീതൻ്റെ മെസ്സേജ് ഉണ്ടോ എന്ന് വീണ്ടും നോക്കുമായിരുന്നു. ഇല്ല. അവൾ അവൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ആദ്യം 2 തവണ എടുത്തില്ല, 3-ാം തവണ ഏതായാലും എടുത്തു. നീ ഒന്നും പറയണ്ട മഞ്ജു. നീ പറഞ്ഞിട്ടല്ലേ ഈ പ്ലാനിങ് ഒക്കെ ഞാൻ ചെയ്തത്. എന്നിട്ടിപ്പോൾ എല്ലാം വെറുതെയായി. നിനക്ക് മാമനെയും മറ്റവനെയൊക്കെ കാണാനാണെങ്കിൽ പിന്നെ എന്നെ ഓരോന്ന് പറഞ്ഞ് ആശിപ്പിച്ച എന്തിനാ? എല്ലാം കേട്ട് പൊട്ടം കളിക്കാൻ ഞാനും വെച്ചിട്ട് പോയേ നീ. മഞ്ജുവിന് എന്തെങ്കിലും പറയാൻ അവസരം കിട്ടും മുൻപേ തനിക്ക് പറയാനുള്ളതെല്ലാം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് സംഗീത് ഫോൺ കട്ട് ചെയ്തു. അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടവും ദേഷ്യവും വന്നു. കണ്ണുനീർ കവിളിനെ നനച്ച് താഴേക്ക് ഒഴുകി. തനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നതല്ലേ. വീട്ടിൽ നിന്നും പറയുമ്പോൾ എങ്ങനെ ധിക്കരിക്കും? ഇത്ര ദൂരം വന്നിട്ട് ഒന്ന് കാണാതെ പോയാൽ അമ്മായിയും മാമനെയും എന്ത് കരുതും? അവർക്കതൊരു വിരോധത്തിന് ഇടയാക്കിയാലോ? ഈ കാരണം കൊണ്ട് അമ്മയും മാമനുമായി എന്തെങ്കിലും വിരോധം ഉണ്ടായാൽ എന്താ അവനിതൊന്നും മനസ്സിലാകാത്തേ? അതെങ്ങനെയാ? താൻ പറയുന്നതൊന്ന് കേൾക്കാൻ കൂട്ടാക്കിയാലല്ലേ ഇതൊക്കെ പറയാൻ പറ്റൂ. വേണ്ട, ഞാനായിട്ട് ഇനിയൊന്നും പറയാനില്ല. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് എന്നല്ലേ അവൻ പറഞ്ഞേ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവൾ ഫോൺ കട്ടിലേക്ക് എറിഞ്ഞിട്ട് കമഴ്ന്ന് കിടന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് കാണില്ല, ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൾ തലയുയർത്തി നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ചുവക്കാൻ തുടങ്ങിയിരുന്നു. സംഗീതാണ്. അവൾ എടുത്തില്ല. 2 തവണ കൂടി റിങ് ചെയ്ത് തീർന്നു. അവൾ എടുത്തില്ല. 3-ാം തവണ അവൾ കോൾ എടുത്തു. എന്താ? അവൾ ദേഷ്യത്തിലാണ്. സോറി മുത്തേ, ഇത്രയും പ്ലാൻ ചെയ്തിട്ട് നിന്നെ ഒന്ന് കാണാൻ പോലും പറ്റാഞ്ഞപ്പോൾ എനിക്ക് എന്ത് വിഷമം വന്നെന്നറിയോ? അതല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പോട്ടടാ, സോറി. അവൻ കെഞ്ചി. നിനക്ക് മാത്രമേ വിഷമവും ദേഷ്യമൊക്കെ ഉള്ളല്ലോ. എനിക്ക് കാണാൻ ആഗ്രഹവുമില്ലല്ലോ. ഞാൻ എൻ്റെ ബന്ധുക്കളെ കാണാൻ വന്നതല്ലേ. അവൾക്ക് വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. ക്ഷമിക്ക് പെണ്ണേ, സോറി പറഞ്ഞില്ലേ ഞാൻ. പോട്ടെന്നേ, പ്ലീസ് ഡാ. അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. എവിടാ മാമൻ്റെ വീട്? നീ ലൊക്കേഷൻ അയക്ക് പെണ്ണേ, എനിക്ക് കാണണം നിന്നെ. പൊക്കോണം ചെക്ക, ഇവിടെ വെച്ച് കാണാനൊന്നും പറ്റില്ലെന്നേ. എനിക്ക് തന്നെ ഒരു പരിചയമില്ലാത്തടാ. എന്തു പറഞ്ഞ് പുറത്തിറങ്ങും? നടക്കില്ല മോനെ. ഞാൻ നോക്കട്ടെ, നാളെ എന്തെങ്കിലും പറഞ്ഞ് പുറത്തിറങ്ങാൻ ഞാൻ. അപ്പോൾ കാണാം നമുക്ക്. പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ കാണണം നിന്നെ. നിനക്ക് ലൊക്കേഷൻ അയക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ. അവൻ രണ്ടും കൽപ്പിച്ചാണ്. പറ്റില്ല, അവൾ തീർത്തു പറഞ്ഞു. ശരി, ഞാൻ വെക്കുക. ഇനി എന്നെ വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. നീ അമ്മായിയുടെ കൂടോ അമ്മൂമ്മയുടെ കൂടോ ഒക്കെ നിന്നു. അതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. മഞ്ജു ഉടനെ തിരികെ വിളിച്ചു നോക്കിയെങ്കിലും അപ്പോഴേക്കും സംഗീത ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരുന്നു. ഈ ചെറുക്കൻ്റെ കാര്യം അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഫോൺ കട്ടിലേക്ക് വെച്ച ശേഷം അവൾ വെറുതെ മലർന്നു കിടന്നു. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഫോണെടുത്ത് മറ്റൊന്നും ആലോചിക്കാൻ സമയം നൽകാതെ ഞൊടിയിടൽ അവന് ലൊക്കേഷൻ അയച്ചും കൊടുത്തു. ഫോൺ പഴയ പോലെ വെച്ച് കമിഴ്ന്ന് കിടന്നു. മുഖത്തുണ്ടായിരുന്ന ടെൻഷൻ്റെ നിഴലറ്റം പുഞ്ചിരിയുടെ പ്രകാശത്താൽ അവൾ മായിച്ചു കളഞ്ഞിരുന്നു. കതകിലാരോ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ ബാത്റൂമിൽ നിന്നും വെപ്രാളത്തിൽ പുറത്തിറങ്ങിയായിരുന്നു. കതക് തുറന്നപ്പോൾ അമ്മായിയായിരുന്നു. കൊള്ളാം, ഇതെത്ര നേരമായി കുഞ്ഞേ? വല്ലാത്തൊരു കുളി തന്നെ. നിന്നെ താഴേക്ക് കാണാഞ്ഞതുകൊണ്ട് ഞാൻ കയറി വന്നതാ. തലവേദനയായിരുന്നു അമ്മായി, ഇത്തിരി നേരം കിടന്നു, അതാ വൈകിയേ, അവൾ പരുങ്ങി പറഞ്ഞു. യാത്ര ഇതേൻ്റെ ആവും. വല്ലതും കഴിച്ചിട്ട് മോൾ ഇത്തിരി നേരം കിടന്നോ. വൈകിട്ട് നമുക്കൊന്ന് പുറത്തു പോവാം. മാമനോട് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അവളത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടി. പെട്ടെന്ന് അവൾ സംഗീതൻ്റെ കാര്യം ഓർത്തു. ഓ വേണ്ട അമ്മായി, ഇന്നിനി യാത്ര ചെയ്യാൻ വയ്യ. വല്ലാത്ത ക്ഷീണം. നമുക്ക് നാളെ പോവാം. അവൾ ഒരു നമ്പർ ഇട്ട് നോക്കി.
ഓ എന്ത് ക്ഷീണം, വല്ലതും നല്ലപോലെ കഴിച്ചിട്ടൊന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എൻ്റെ പൊന്നു മോളെ, നിൻ്റെ മാമൻ്റെ കൂടെ ഒന്ന് പുറത്തു പോകാൻ അവസരം കിട്ടുകയെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന അത്ഭുതമാണ്. ഇന്നിനി വേണ്ടെന്ന് പറഞ്ഞാൽ അത് പിന്നെ സംഭവിക്കാൻ മാസങ്ങളെടുത്തുനിന്ന് തന്നെ വന്നിരിക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നു മോള് അങ്ങേരെ ഇയാൾക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. അമ്മായി അതും പറഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയി. മഞ്ജു എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. നീ കഴിക്കാൻ വരുന്നില്ലേ? താഴെ നിന്ന് അമ്മായി വിളിച്ചു. അവൾ എന്തൊക്കെയോ ആലോചിച്ച് താഴേക്ക് ഇറങ്ങി. കഴിച്ചു വന്ന ശേഷം അവൾ ഫോൺ നോക്കി. ലൊക്കേഷൻ അവൻ കണ്ടിരിക്കുന്നു. ഒരു ലവ് ഇമോജി മറുപടിയായി അയച്ചിട്ടുണ്ട്. പൊട്ടൻ. അവൾ ചാറ്റിൽ തന്നെ നോക്കി പുഞ്ചിരിച്ചു. വൈകിട്ട് എന്തൊക്കെയാണോ ഇനി സംഭവിക്കുക. വരുന്നത് വരട്ടെ. അവൾ കട്ടിലേക്ക് മറിഞ്ഞു. മഞ്ജു തയ്യാറായില്ലേ മോളെ? താഴേന്ന് അമ്മായിയാണ്. കഴിഞ്ഞു അമ്മായി, ഇതാ വരുക. അവൾ കണ്ണാടിയിലേക്ക് ഒന്നുകൂടി നോക്കി. ഡ്രസ്സ് ഇത്തിരി ടൈറ്റാണോ? അമ്മുവിൻ്റെ ഡ്രസ്സാണ്. എന്നേക്കാൾ ഒരു വയസ്സോളം മൂപ്പുണ്ട് അമ്മുവിന്. ഇപ്പോൾ UK നേഴ്സിങ്ങിന് പഠിക്കുക. എൻ്റെ അത്രയും വണ്ണമില്ലായിരുന്നു അവൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ. ഇപ്പോൾ ജങ്ക് ഫുഡൊക്കെ കഴിച്ചൊരു ശീമപ്പന്നിയെ പോലെ ആയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് അതും പറഞ്ഞ് കസിൻസിൻ്റെ ഗ്രൂപ്പിൽ അവളെ കളിയാക്കിയത് മഞ്ജു ഓർത്തു. എറണാകുളത്ത് പഠിച്ച് വളർന്നതുകൊണ്ടാവും അവൾ കൂടുതൽ ഇട്ടിരുന്നത് മോഡേൺ ഡ്രസ്സൊക്കെ തന്നെയാണ്. അവളുടെ ഒരു ജീൻസും ടീഷർട്ടാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത്. നെഞ്ചിൻ്റെ ഭാഗം ഇത്തിരി ടൈറ്റാണോ? കുറച്ച് തള്ളി നിൽക്കുകയാണോ നെഞ്ച്? ഏയ് ഇല്ല. അവൾ താഴേക്കിറങ്ങി. മാമനും അമ്മായിയും റെഡിയായി നിൽക്കുകയായിരുന്നു.